ഡോറയുടെ ബാഗ് പോലെ ഞാൻ എവിടെ പോയാലും കൊണ്ട് നടക്കുന്ന ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ ഇത്. എന്നെപ്പോലെ ആർട്സ് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഇതുപോലെ കുഞ്ഞു ബാഗ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇത്. എന്നെപ്പോലെ ആർട്സ് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാവും കേട്ടോ. എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ബാഗ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം പെൻസിലും പെന്നും പിന്നെ ഡ്രോയിങ് ബുക്ക്, കുഞ്ഞൊരു നോട്ട് പാഡ് എല്ലാം വച്ചിട്ട് ഒരു കുഞ്ഞു ബാഗ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇതിന് മുൻപൊരു ഇതിനേക്കാളും വലിയൊരു ബാഗും ഒരു വലിയ ഡ്രോയിങ് ബുക്കുമാണ് ഉണ്ടായിരുന്നത്. അതിൽ കുറേ സാധനങ്ങൾ കൊള്ളുമായിരുന്നു. ബാഗിൻ്റെ വലിപ്പം കുറഞ്ഞതോടെ അതിനകത്ത് വയ്ക്കുന്ന സാധനത്തിൻ്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3 മാർക്കർ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഡ്രോയിങ് ബുക്ക് ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഇന്ന് വാങ്ങിച്ചതല്ല, 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്തത്. ഇന്നാണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്കെച്ച് ബുക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെൻസിൽ ആർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്സരയുടെ ഡ്രോയിങ് പെൻസിലുണ്ട്. HB 2B 4B 6B 8B 10B. ഇത് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്നൊക്കെ മറന്നു, ഈ പ്രൈസ് ഞാൻ മറന്നു. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെൻസിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബോക്സിനകത്താണ് ഇട്ടിരുന്നത്. ബാഗ് മാറ്റിയതോടു കൂടിയാണ് ഈ പെൻസിൽ ഇങ്ങനെ ഇടാൻ തുടങ്ങിയത്. പിന്നെ കളർ പെൻസിലാണുള്ളത്. ഇതൊരു 30-35 രൂപയാണ് ആയിട്ടുള്ളത്. ഇതുകൊണ്ടൊരു 3-4 പോർട്രേറ്റ് ഡ്രോയിങ്ങാണ് ഞാൻ ചെയ്തത്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ, കാണാൻ നല്ലതായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൈസ് ഒന്നും നോക്കിയിട്ട് നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എത്ര റേറ്റ് കുറവാണെങ്കിലും അതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിക്ക് വരയ്ക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഹാൻഡ് ബാഗിനകത്ത് ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.